ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാൻ 2021 ബി എഡ് കഴിഞ്ഞത്. അപ്പോൾ ആ വർഷം തന്നെയായിരുന്നു HSST എക്കണോമിക്സിൻ്റെ പരീക്ഷ വിളിച്ചത്. അപ്പോൾ കോവിഡ് സമയമായിട്ട് റിസൾട്ടൊക്കെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ലാഗ് ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായത്, കാരണം ഡിസംബറിനുള്ളിൽ HSST വിളിക്കും എന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചു. പക്ഷേ ഏതാനും മാസങ്ങളുടെ വ്യത്യാസത്തിൽ പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ്ഡായി. അങ്ങനെ എക്സാം എഴുതാൻ എനിക്ക് അവസരം കിട്ടി. ആ ഒരു അവസരം എനിക്ക് കൃത്യമായിട്ട് എയ്സിൻ്റെ ഹെൽപ്പോടെ എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. കോച്ചിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥാപനം അത് കിട്ടുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ലക്കാണ്. കാരണം നമുക്ക് കോച്ചിങ്ങിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ക്ലാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതാനും സാമ്പിൾ വീഡിയോസ് വെച്ച് നമുക്ക് പരിശോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മെയിനായിട്ട് നോക്കിയത്, ഞാൻ കുറേ സ്ഥാപനങ്ങളെ അവരുടെ ആടുകളൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മഞ്ചേരിയിലുള്ള എയ്സ് അവർ HSST ഇക്കണോമിക്സ് അതുപോലെ ഹിസ്റ്ററി പരീക്ഷകളിലൊക്കെ ആദ്യത്തെ 10-20 റാങ്കുകളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, എയ്സിൽ പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വന്നായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ എയ്സിലേക്ക് അഡ്മിഷൻ എടുത്തു. എയ്സിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുത്തത് എൻ്റെ ലൈഫിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ സെൽഫ് സ്റ്റഡി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിലബസ് ഇത്രയും സ്പീഡിൽ കവർ ചെയ്യാൻ എനിക്ക് എയ്സിൻ്റെ ഓൺലൈൻ കോച്ചിങ് ആണ് എനിക്ക് ഹെൽപ്ഫുള്ളായത്. ഒരു 5 മിനിറ്റൊക്കെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയുള്ള ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് കൊടുത്ത പൈസ മുതലായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ ഈ ഒരു ക്ലാസ്സുകൾ ഫുള്ള് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അത് പഠിച്ച് കൃത്യമായി എക്സാമിൽ നിങ്ങൾക്ക് ആ ടൈം അനുസരിച്ച് എഴുതാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ആദ്യത്തെ 10-ലോ 20-ലോ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഈ ഒരു റാങ്ക് കിട്ടുന്നതിന് സഹായിച്ച എയ്സിന് ഞാൻ നന്ദിയും കടപ്പാടും അറിയിപ്പിക്കുവാണ്. ഈ ഒരു കാര്യം എനിക്കിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എയ്സിനുള്ള എല്ലാവിധ നന്ദിയും, എൻ്റെ ടീച്ചേഴ്സ്, ഗുരുക്കന്മാർക്ക് എല്ലാവരോടും സ്നേഹം മാത്രം. ആരെ നേരിട്ട് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. ഇനി നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.